ഹലോ അസ്സലാമു അലൈക്കും. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഓട്സ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വെജിറ്റബിൾ ഓട്സ് ഉണ്ടാക്കാമെന്ന്. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് അറിയാം. ഒരു വലിയ ഉള്ളി, ക്യാരറ്റ് ഒന്ന്, പിന്നെ ക്യാപ്സിക്കൻ പകുതി മതി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, മല്ലിത്തല, കരുവേപ്പില, 2 ടീസ്പൂൺ നെയ്യ്. ക്യാപ്സിക്കനും വലിയ ഉള്ളിയും ക്യാരറ്റ് ഇഞ്ചിയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് പിന്നെ കടുകാണ് ഇടുന്നത്. കടുകിട്ടതിന് ശേഷം ഉണക്കമുളക് ഇടുക. ഉണക്കമുളക് ഒന്ന് നല്ല പൊട്ടിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഉള്ളി ഇടുന്നത്. വലിയ ഉള്ളി ഇട്ടിട്ട് പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. എന്നിട്ട് അതിന് ശേഷം നല്ല വലിയ ഉള്ളി വഴഞ്ഞെന്ന് കണ്ട പിന്നെ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരു ക്യാരറ്റ് ഒന്ന് വേവുണ്ടായി. അപ്പോൾ മറ്റേന്നറിയോ അതിൽ ഇട്ടുണ്ടെങ്കിൽ ഞാൻ കടിക്കുള്ളൂ. അപ്പോൾ അതിന് ഇട്ടൊന്ന് ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റണം. വഴഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് പിന്നെ ക്യാപ്സിക്കം ഇടുന്നത്. ക്യാപ്സിക്കം വെന്തലിനും കുഴപ്പമില്ല, നമ്മൾ പച്ച കഴിക്കണതല്ലേ. അപ്പോൾ അത് ക്യാപ്സിക്കം ഒന്ന് വഴഞ്ഞ് വരിക വേണ്ടുള്ളൂ, നല്ല വഴറ്റണമെന്നില്ല. പിന്നെ അതിലേക്ക് ഇതുണ്ട്, മല്ലിത്തല ഇടുന്നുണ്ട്. ഈ മല്ലിത്തല എൻ്റെ വീട്ടിലുണ്ടാക്കിയ മല്ലിത്തല കേട്ടോ. അതിൽ പേര് എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഇടുന്നത്. നെയ്യ് കട്ട പിടിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിൽ കേടുവരാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചേർന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ പറയുക, ഒന്നും അതിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്, അതാണ് കട്ട പിടിച്ചിട്ട്. അങ്ങനെ 2 ടീസ്പൂണ് നെയ്യും അതിലേക്ക് ഇട്ട് നല്ലതുപോലെ വഴറ്റണം. വഴഞ്ഞ് വരുമ്പോൾ പിന്നെ 1 കപ്പ് ഓട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഓട്സ് അതിലേക്കിട്ട് നല്ലതുപോലെ ഓട്സും വഴഞ്ഞെന്ന് കണ്ട് അതിലേക്ക് ഓട്സ് ഇടുക. ഓട്സ് ഇട്ട് നല്ലതുപോലെ ഓട്സും വെജിറ്റബിൾസൊക്കെ നല്ല വഴഞ്ഞെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. തിളച്ച വെള്ളമാണ് ഇതിൽ ഒഴിക്കുക. കാരണം എന്താ വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ചാൽ വേവാൻ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് അടുപ്പത്ത് വെക്കുക. 1 ഗ്ലാസ് വെള്ളം മതി 1 കപ്പ് ഓട്സിൽ. 1 കപ്പും വേണ്ട. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പത്തിന് ഓട്സ് വെന്തിട്ടുണ്ടാവും. പിന്നെ അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പാകമായിട്ടുണ്ടാവും. അത് നമ്മൾ ചൂട്ടോടുക്കുക ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുക. ചൂടോടുക്കെ കഴിക്കണം. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും, കാരണം കുട്ടികൾക്ക് നല്ലതല്ലേ ഓട്സ്. അപ്പോൾ അതിൽ പച്ചമുളകൊന്നും ഇടാതെ ഇതുപോലെ ക്യാരറ്റും ക്യാപ്സിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതാണ് കുട്ടികൾക്ക്. വെജിറ്റബിൾ നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.